என் நெஞ்சில் குடியிருக்கும் அந்த அன்பான புள்ளிகளுக்கும் நண்பா நண்பிகளுக்கும் விஜய் சார் சும்மா அப்படி பண்ணா போதும். அமைதின்னு சொன்னாலே இவங்க சொல்ல ஒரே கேங் இதான். ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ലക്കി മാൻ യൂട്യൂബ് ചാനൽ. നമ്മൾ കുറേ കാലത്തിന് ശേഷമാണ് വീണ്ടും ഇങ്ങനെ ഒരു ഇൻട്രൊഡക്ഷനൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്യുന്നത്. നമുക്ക് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് തുടർച്ചയായി ഈ ഒരു മോഡലിൽ വീഡിയോ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മളൊരു പുതിയൊരു സെഗ്മെൻറ്റ് പോലെ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ സ്റ്റേ ചെയ്യുന്ന റൂംസ് അതിനെക്കുറിച്ചിട്ടൊക്കെ കുഞ്ഞു കുഞ്ഞു ഷോർട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ യൂട്യൂബ് നിലനിർത്താൻ വേണ്ടി അല്ലെങ്കിൽ ആക്റ്റീവായി നിർത്താൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ചെയ്തു പോകുന്നുണ്ട്. പിന്നെ നമ്മുടെ സബ്സ്ക്രിപ്ഷനോ വ്യൂവർഷിപ്പോ കാര്യമായി ഉള്ള ടോപ്പിക് ഗാംബ്ലിങ്ങിനെ കുറിച്ചിട്ടായിരുന്നു. അതിനെ കുറിച്ച് നമ്മൾ കാര്യമായി വീഡിയോസ് ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 1 ഇയറോളം ചെയ്യാറില്ല. പക്ഷെ നമുക്ക് പഴയ ചെയ്ത വീഡിയോസ് വന്നിട്ട് ഒരുപാട് എന്താ പറയാ ഇപ്പോഴും കമന്റ്സ് വന്നുകൊണ്ടിരിക്കുക. പ്രോ കളിക്കാറുണ്ടോ ചേട്ടാ, അതിനെ കുറിച്ച് ചെയ്യോ, എന്താണ് ഇപ്പോൾ ഇതിനെ കുറിച്ചൊന്നും വീഡിയോ ചെയ്യാത്തത്, ഇപ്പോഴും ഈ ആപ്പ് ഉണ്ടോ, ഈ ആപ്പിൽ എങ്ങനെയാണ് കാര്യങ്ങൾ, ഇതിന്റെ അപ്ഡേറ്റ്സ് എന്തെങ്കിലും ഉണ്ടോ, ഇത് ബാൻഡ് ആണോ ലീഗലാണോ. പണ്ട് നമ്മൾ കുറെ ആൻസർ കൊടുത്തുള്ള തന്നെയാണ്. അതിന് പുറമെ പുതിയ ആൾക്കാർ വീണ്ടും അതേ വീഡിയോയുടെ മുകളിൽ ഇപ്പോഴും എനിക്ക് മെയിൻ യൂസർ ഇപ്പോഴും വാച്ച് ടൈം ഒക്കെ നോക്കി കഴിഞ്ഞാലും 200 വ്യൂ ഉള്ളൂ. അതിലൊരു 180 വ്യൂസും ഈ പറഞ്ഞ ഈ ഗാംബ്ലിംഗ് റിലേറ്റഡ് ആപ്സിന് നമ്മൾ ചെയ്തിട്ടുള്ള വീഡിയോനെ ബന്ധപ്പെട്ടാണ് വരാറ്. ബാക്കി വീഡിയോസ് ഒക്കെ റയറായിട്ടാണ് നമുക്ക് കമന്റ്സും കാര്യങ്ങളൊക്കെ വരാറുള്ളത്. അപ്പോ കുറെ കാലത്ത് ആൾക്കാരെ ചോദ്യത്തിന് ആൻസർ ആയിട്ട് ഒരു ഷോർട്ട് വീഡിയോ പോലെ ഒരു വലിച്ചു നീട്ടാ തന്നെ ഇങ്ങനെ ആപ്പിനെ കുറിച്ചൊന്നും നമ്മൾ പറയണില്ല. കാരണം ഇതെന്താ നമ്മുടെ നാട്ടിൽ സമയം നിരോധിച്ച് ചെയ്യും. ഓക്കെ, അപ്പൊ പിന്നെ നമ്മളെ ഗവൺമെന്റ് എന്താണ് പറയുന്നത് റൂൾസ് പ്രകാരമാണ് നമ്മൾ ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ നമ്മൾ അത് മുന്നോട്ട് കൊണ്ടുപോകാം. പിന്നെ ഇത് ഗാംബ്ലിംഗ് ചെയ്യുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷെ കുറെ പേര് നിർത്തിയെന്ന് വെച്ചാൽ നിർത്തിയിട്ടുണ്ട്. ആ ഒരു റെഗുലേഷൻ വന്നതോടുകൂടി പൈസ വെച്ചോട്ടുള്ള കളി ഒരുപാട് നിർത്തിയിട്ടുണ്ട്. അത് റിലേറ്റഡ് ന്യൂസസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. ഫിനാൻഷ്യൽ കുറച്ച് സംഭവങ്ങളൊക്കെ ആൾക്കാർക്ക് ഡിസിപ്ലിൻ ഒക്കെ വന്നുകൊണ്ട് ഗവൺമെന്റ് വിചാരിക്കുന്നു, നമ്മളും വിചാരിക്കുന്നു നമ്മൾ ആ കാര്യത്തിൽ 100% സപ്പോർട്ടാണ്. പിന്നെ ഇനി നമ്മൾ മുന്നോട്ട് പറയാൻ പോകുന്നത് സ്ട്രിക്ട്ലി എന്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ്, എന്റെ എക്സ്പീരിയൻസ് ആണ്. ഇതൊരു കമന്റ്സിലുള്ള റിപ്ലൈ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് കാണുക, അല്ലാതെ ഇത് പ്രചോദനത്തിന് വേണ്ടി ചെയ്യുന്നതല്ല. ഓക്കെ, അപ്പൊ നമുക്ക് പറയാം. നമ്മള് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഞാൻ മുന്നേ കളിച്ചിരുന്ന ബെറ്റിംഗ് ആപ്പുകൾ. മെയിൻ ആയിട്ട് ഞാൻ 3 കളിച്ചിരുന്നത്. ഒന്ന് 1x bet, അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടാവും 1x bat 1x sport എന്നൊക്കെ പറഞ്ഞിട്ട് പല പരസ്യങ്ങളിലും പല ഫുട്ബോളിന്റെ ടൂർണമെന്റ് ലോക്കൽ വേറെ രാജ്യങ്ങളിലൊക്കെ 1x bat 1x sport.com എന്നൊക്കെ പറഞ്ഞിട്ട് കാണി. അത് ഞാൻ കളിച്ചിരുന്നു. പിന്നെ 1win എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുള്ളത് അതിനെ കുറിച്ച് തന്നെയാണ്. അതായിരുന്നു ഞാൻ മെയിൻ കോറായിട്ട് കളിച്ചുകൊണ്ടിരുന്നത്. പിന്നെ പാരിംഗ് മാച്ച് അങ്ങനെ കുറച്ച് ആപ്പുകളൊക്കെ വന്നിരുന്നെങ്കിലും അതൊക്കെ പൂട്ടിപ്പോയി. അവരൊക്കെ ഇപ്പോഴും നിലവിലുണ്ടോ നമ്മൾ സെർച്ച് ചെയ്യാനും പോയിട്ടില്ല, ഞാനത് കളിക്കാറില്ല. പിന്നെ നമ്മളെ 2 കൊമ്പന്മാരുണ്ടായിരുന്നു, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയും. മൈ ലെവൻ സർക്കിളും ഡ്രീം ലെവനായിരുന്നു. അപ്പോ ഫസ്റ്റ് ഈ 3 കുറിച്ച് സംസാരിക്കാം. അപ്പോ 1വിന്റെ കേസ് പറയാത്ത ഞാനിപ്പോ സൈഡിലൊരു വീഡിയോ കാണിക്കാം. ഞാൻ കളിക്കാറുണ്ട് വെച്ചാല് ഞാൻ ഇടയ്ക്കൊക്കെ ടൈം പാസിന് ഇപ്പോഴും കളിക്കാറുണ്ട്. അതായത് ഇപ്പൊ മെയിൻലി ഇപ്പൊ IPL വന്ന സമയത്താണ് ഞാൻ കളിച്ചിരുന്നത്. അല്ലാതെ പണ്ടത്തെ പോലെ റെഗുലർ ആയിട്ടുള്ള ഞാൻ മുന്നേ കസിനോ അങ്ങനത്തെ റിലേറ്റഡ് സാധനങ്ങളൊന്നും അതിൽ കളിക്കാറൊന്നുമില്ല. നമ്മള് പ്യൂർലി എന്താ പറയാ ക്രിക്കറ്റ് ബേസ്ഡ് ഭയങ്കര ക്രേസ് ആയ കാരണം അതില് കളി നമ്മള് സാധനം ഇട്ടുകൊണ്ട് കാണുമ്പോൾ ഒരു ത്രില്ലാണ്. അപ്പൊ അതിന്റെ ഒരു രസത്തിന് വേണ്ടി ഞാൻ ഇടയ്ക്ക് കളിക്കാറുണ്ട്. ഇപ്പൊ IPL സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വീണ്ടും ഞാൻ ആപ്പിൽ കയറി കളിക്കുന്നു. കുഴപ്പമില്ല, നമ്മുടെ സ്ട്രാറ്റജി ഇതായതുകൊണ്ടാണോ എന്റെ ഭാഗ്യം കൊണ്ടാണെന്ന് അറിയില്ല, കുറച്ച് ചില്ലറ പൈസ കിട്ടുന്നുണ്ട്. അത് ഞാൻ പഴയ പോലെ വിടുവാൻ നോക്കി, വേറെ ഇഷ്യൂസോ കാര്യങ്ങളൊന്നുമില്ല, ഫണ്ട് ക്രെഡിറ്റ് ആവുന്നുണ്ട്. ഞാൻ അതിന്റെ വീഡിയോ പ്ലേ ചെയ്യുന്നുണ്ട്, സ്പീഡിലാണ് പ്ലേ ചെയ്യുന്നത്. പിന്നെ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കുന്നില്ല. അപ്പോ അതിൽ കളിക്കുന്നുണ്ട്, ഫണ്ട് ക്രെഡിറ്റ് ആവുന്നുണ്ട്. ആസ് യൂഷ്വൽ വേറെ ഏതൊക്കെയോ കമ്പനികളൊക്കെയാണ് ഫണ്ട് റിട്ടേൺ വരുന്നത്. പിന്നെ ബിറ്റ് കോയിൻ അങ്ങനത്തെ മാർഗങ്ങളിലൂടെയാണ് കൂടുതൽ ഇപ്പോഴും ഇന്ത്യയിൽ നിന്നൊക്കെ ഫണ്ട് ആക്സെപ്റ്റ് ചെയ്യുന്നത്. പേയ്മെന്റ് മെത്തേഡ് IMPS ചില സമയങ്ങളെ കാണിക്കുന്നുള്ളൂ, ചില സമയങ്ങളിൽ കാണിക്കുന്നില്ല. അപ്പോ 1വിന്റെ കേസ് അതാണ്. പിന്നെ മുന്നേ ഒരു ഫ്രീ ആയിട്ടൊക്കെ ഈ സ്പിൻ വീലൊക്കെ ഉണ്ടായിരുന്നു. ആ പരിപാടിയൊക്കെ ഇപ്പൊ നിർത്തിയിട്ടുണ്ട്. സ്പിൻ വീൽ ഇപ്പൊ നമ്മൾ ഡെപ്പോസിറ്റ് ഇടുമ്പോൾ മാത്രമാണ് നമുക്ക് സ്പിൻ വീല് കറക്കാനുള്ള ഓപ്ഷൻ കിട്ടുക. മറ്റേ നമുക്ക് ഡെയിലി കറക്കാനൊക്കെ പറ്റിയിരുന്നു. 0.10 പൈസ അങ്ങനെയൊക്കെ ചില്ലറ പൈസ കിട്ടിയിട്ട് വേണം ബെറ്റ് വയ്ക്കാൻ. അവർ പൈസ 2 സ്പിന്നിലൊക്കെ കിട്ടിയിരുന്നു. അപ്പൊ ആ പരിപാടിയൊക്കെ നിർത്തിയത് ഡെപ്പോസിറ്റ് ബേസ്ഡ് ആയിട്ടാണ് വരുന്നത്. പിന്നെ ഞാൻ ശ്രദ്ധിച്ചാൽ നമ്പർ ഓഫ് ഗെയിംസ് ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. പണ്ടുള്ള ഗെയിമിന്റെ ഒരു 4 ഇരട്ടി ഗെയിംസ് ഇപ്പോ അതിൽ അവൈലബിൾ ആണ്. അപ്പോ പൈസ പോകാനുള്ള ഗെയിംസ് തന്നെയാണ്. മെയിൻലി ഈ
പ്ലെയിൻ പറന്നു പോകുന്ന പരസ്യം, പിന്നെ ഒരു കോടി റോഡ് ക്രോസ് ചെയ്യുന്ന പരസ്യം, അതുപോലെ മൈൻസ് പൊട്ടിത്തെറിക്കുന്നത്, അങ്ങനത്തെ കുറച്ച് ട്രെൻഡിങ് സാധനങ്ങളുണ്ട്. നല്ല ഈ എന്താ പറയാ, ചില സൈറ്റുകളിലോ അല്ലെങ്കിൽ ഗാംബ്ലിങ്ങിന്റെ പരസ്യം വരുമല്ലോ, ഒരു കോഡ് വീണിട്ട് 5 ലക്ഷം 200 നോട്ട് പറന്ന് വാലിഡിറ്റിക്ക് പോകുന്നു. ആ പരിപാടി, ആ ഗെയിംസ് ഒക്കെയാണ് ഇപ്പോൾ കൂടുതൽ ട്രെൻഡിങ് ആയിട്ട് നമുക്ക് റെക്കമെൻഡേഷനിൽ കാര്യങ്ങളൊക്കെ വരിക. പിന്നെ അവരുടെ സ്ഥിരം പരിപാടികളൊക്കെ തന്നെ ഫെറാറി കാർ കൊടുക്കുന്നുണ്ട്, ഐഫോണിന്റെ ലേറ്റസ്റ്റ് മോഡൽസ്, അതിന്റെ എല്ലാ വാഗ്ദാനങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് സംഭവം ഇപ്പോഴും ലൈവാണ്, കാര്യങ്ങൾ നടക്കുന്നുണ്ട്. വിഡ്രോവലുടെ പോസ്റ്റ് സക്സസ്ഫുൾ ആണ്, ഇട്ട് കളിക്കുമ്പോൾ പൈസ തിരിച്ച് കിട്ടുന്നുണ്ട്. ഇത് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. നിങ്ങൾക്ക് പല ആൾക്കാർക്കും പോയിട്ടൊക്കെ ഉണ്ടാവും. ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. നമ്മുടെ നാട്ടിൽ ബാനാണ്. അപ്പോൾ ആ സാധനം ട്രൈഔട്ട് ആയിരിക്കുക. അഥവാ ട്രൈഔട്ട് ചെയ്തവർ ഇപ്പോഴും ഉണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ കളിക്കുന്നുണ്ടോ നമ്മൾ തീരുമാനമായില്ല, കമന്റ് അടിച്ചെടുത്തൊക്കെ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ 1 വീക്കിന്റെ ഞാൻ പറയുന്നത്. പിന്നെ നമ്മുടെ എന്താ പറയാ, നമ്മുടെ മെയിൻ സ്രോതസ്സായിരുന്ന സമയമായിരുന്നു നമ്മുടെ IPL ടൈം ക്രിക്കറ്റ് വരുമ്പോൾ മൈ 11 സർക്കിളും ഡ്രീം 11 എന്താ പറയാ, ഒരുപാട് നമ്മള് വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. നമ്മൾ സ്ഥിരമായി കളിച്ചേർന്ന ആൾക്കാരാണ്. ഒരുവിധം 1 കോടി രൂപ കിട്ടി രക്ഷപ്പെടാമെന്ന് പറഞ്ഞ മലയാളികളിൽ ഒരുത്തനായിരുന്നു ഞാൻ. എനിക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു ആ സാധനം നിർത്തിയപ്പോഴൊക്കെ. പിന്നെ എന്താ പറയാ, അവർ കോൺടെസ്റ്റ് ഒക്കെ ഫ്രീ ആയിട്ടൊക്കെ നടത്തിയിരുന്നു. പക്ഷെ എനിക്ക് അന്നെന്തോ മാനസികമായി നമ്മൾ പൈസ ഇട്ട് കളിക്കാത്ത കാരണം നമുക്കൊരു സുഖമല്ല. ഫ്രീ ആയിട്ടൊരു സാധനം തരണമെന്ന് പറയുമ്പോൾ നമുക്കൊരാൾക്കും എന്താ പറയാ, ഈ അങ്ങനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞാൻ കുറെ കാലത്ത് കളിക്കാതിരുന്നു. പക്ഷെ IPL വന്നപ്പോ വീണ്ടും മനസ്സിലൊരു ത്വരയുടെ പുറമെ ഞാൻ ഈ 2 ആപ്പുകൾ വീണ്ടും ഡൗൺലോഡ് ചെയ്യല്ല, ഓൾറെഡി ആപ്പ് ഉണ്ടായിരുന്നു. ഞാൻ 2 ഫോണിലാണ് ഇത് കളിക്കാറ്. ഓൾറെഡി വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ 2ാമത്തെ ഫോൺ വീണ്ടും പൊടിതട്ടിയൊക്കെ എടുത്ത് ആപ്പുകളൊക്കെ അപ്ഡേറ്റ് ചെയ്ത് തുറന്നപ്പോ എന്താണ്, ആശമാർ ഇപ്പോഴും എന്താ പറയാ ഹെവി ലൈവ്. അതായത് പണ്ട് ഏകദേശം 1 കോടി ടീമൊക്കെ ആണെങ്കിൽ ഇപ്പൊ 2 കോടി 3 കോടി ടീമൊക്കെ കളിക്കണം. അതായത് 25 ലക്ഷത്തിന്റെ 1 മാൻ കോൺടെസ്റ്റ്, 5 പേര് 1 ലക്ഷം രൂപ വിൻ ചെയ്യുന്ന കോൺടെസ്റ്റ്. അത് ഞാൻ ഇപ്പൊ പറയുന്നത് ഡ്രീം ലെവലിലാണ്. ഡ്രീം ലെവലിൽ വമ്പൻ കളികൾ, ഒരാൾക്ക് 40 ടീമൊക്കെ എടുക്കാം. പണ്ട് നമ്മൾ 20 ടീം ഇട്ട് കൊടുത്ത് ഒരാൾക്ക് 40 ടീം ഇടാം. പക്ഷെ എന്താണ് മെയിൻ കൺസ്ട്രെയിൻ വെച്ചാല് കളികളൊക്കെ ഫ്രീ ആണ് കേട്ടോ. അതായത് ഗവൺമെന്റിലോ പ്രകാരം നമ്മൾ പൈസ ഇട്ട് കളിക്കരുതാണ്. ഇതിൽ വന്നിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് കളികൾ ജോയിൻ ചെയ്യാം. പക്ഷെ നമ്മൾ വന്നിട്ട് ഒരു 1.5 മിനിറ്റോളം ഇതില് ആഡ്സ് വരും, മെറ്റാ ആഡ്സ്, ഗൂഗിൾ ആഡ്സ് കാര്യങ്ങളൊക്കെ ഇതിൽ പ്ലേ ചെയ്യും. അതില് നല്ല ആപ്പുകളുടെ ആഡുകളുണ്ട്. പ്രത്യേകിച്ച് ചില ആഡുകളൊക്കെ എന്താ പറയാ, കുറച്ച് അഡൽട്ട് റിലേറ്റഡ് കണ്ടന്റ്സ് ആയിട്ടുള്ള ആപ്പുകളെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ ഡ്രീം 11 ഇവരെ തന്നെ വേറെ ചാത്തൻ മോഡൽ ആപ്പുകൾ ഇപ്പോഴും 1 കോടി രൂപ നമ്മുടെ ഡ്രീം 11 പ്രവർത്തിച്ചിരുന്ന പോലെ ഇല്ലീഗലായിട്ട് പ്രവർത്തിക്കുന്ന കുറെ ആപ്പുകളുടെ പരസ്യം ഈ സാധനം. അതായത് നമ്മളതിലേക്ക് കൊണ്ടുവരാൻ തന്നെ പരസ്യത്തിൽ കളിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് എന്താ പറയുക, ഒരു ഹരത്തിന് കളിക്കുന്നവർക്ക് ഇപ്പോഴും മൈ സർക്കിളിലും ഡ്രീമിലും ഈ പരിപാടിയാണ് ഫ്രീ ആയിട്ട് കാണാം. നമ്മുടെ ലൈനപ്പ് ഒക്കെ വന്നിട്ട് നിങ്ങൾക്ക് ടീം ഇട്ടിട്ട് 40 ടീമിന് ജോയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ ആയത് കളിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരു 40 ടീം നിങ്ങൾ വന്നിട്ട് ഫ്രീ ആയിട്ട് ടീം മെല്ലെ തോന്നി ഇടുക. അതുപോലെ ഇനിയിപ്പോ എനിക്ക് ഞാൻ മൈ 11 സർക്കിളാണ് കൂടുതൽ ഇഷ്ടം പണ്ടും. അപ്പൊ ഞാൻ മൈ 11 സർക്കിളാണ് കൂടുതൽ കളിക്കാറ്. അതിന്റെ വീഡിയോസ് സൈമിൾട്ടേനിയസ്ലി നമ്മൾ പാരലായിട്ട് പ്ലേ ചെയ്യുന്നുണ്ട്. നമ്മുടെ ടീം ഇട്ടതൊക്കെ, അതായത് നമ്മൾ ലാസ്റ്റ് ചെന്നൈയുടെ കൊൽക്കത്തയുടെ മത്സരം നടന്ന വീഡിയോ എടുത്തത്. നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് വന്നിട്ട് 19-ാം തീയതിയാണ്. അതായത് ആ മത്സരം കഴിഞ്ഞിട്ട് 4 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ചെന്നൈയും അതുപോലെ തന്നെ സൺറൈസേഴ്സ് മാച്ചിൽ ചെന്നൈ തോറ്റിരുന്നതിന് ശേഷമാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത്. ഞാൻ ആദ്യം ഇടണമെന്ന് വിചാരിച്ച് പിന്നെ മാറ്റി വെച്ചാണ്. പക്ഷെ കളിക്കാൻ എപ്പോഴും രസമുണ്ട്. ഞാൻ മൈ 11 സർക്കിളിന്റെ ജോയിൻ ചെയ്തു. നമ്മൾ നല്ല റാങ്കിലൊക്കെ എത്തുന്നുണ്ട്. ഇപ്പോഴും 300-400 ഞാൻ എത്തിയിരുന്നു ഒരു ടീമിലൊക്കെ. പക്ഷെ 1000 വരെയൊക്കെ പ്രൈസ് ആണ് ഗ്രാൻഡ് ലീഗില് ഇവര് കൊടുക്കുന്നത് മൈ 11 സർക്കിളായി. ഫസ്റ്റ് പ്രൈസ് 1 ലക്ഷം രൂപ കാറ്, ചിലപ്പോൾ 1 ലക്ഷം രൂപ കാറ്, ഗോൾഡ്, കാറ്, ബൈക്ക്, ഹെഡ്സെറ്റ്, TV, ഫ്രിഡ്ജ്, എന്താ പറയാ വീട്ടിലേക്ക് വേണ്ട സകലവിധ സാധനങ്ങളും എന്താ പറയാ ഒരു ഷോറൂം പോലെയാണ് ഇപ്പോ മൈ 11 സർക്കിള്. അപ്പൊ സംഭവം തന്നെയാണ്, പഴയ പോലെ തന്നെയാണ്. പക്ഷെ പരസ്യങ്ങൾ വരും. പ്രത്യേകിച്ച് ഈ പരസ്യങ്ങൾ വന്നിട്ട് കുറച്ച് അഡൽട്ട് കണ്ടന്റ് റിലേറ്റഡ് ആയിട്ടുള്ള പരസ്യങ്ങൾ ഒരുപാട് വരുന്നുണ്ട്. പിന്നെ ഇലക്ഷന്റെ സമയത്തൊക്കെ UDF വരും, ആ സാധനം അങ്ങനത്തെ പരസ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ കമ്പയർ ടു ഡ്രീം 11 മൈ 11 സർക്കിളിൽ വന്നിട്ട് പരസ്യം 30 സെക്കൻഡ് ഒക്കെയുള്ള നമുക്ക് സ്കിപ്പ് അടിച്ച് ആ ടൈം ചെയ്ത് കഴിഞ്ഞാൽ ക്ലോസ് ചെയ്ത് വിടാം. നമുക്ക് കോൺടെസ്റ്റിൽ ജോയിൻ ആവും. അപ്പൊ പഴയ പോലത്തെ സ്മൂത്തോ ഫാസ്റ്റോ ഒന്നല്ല. ഡ്രീമിലൊക്കെ നല്ല ലാഗാണ്. മൈ 11 സർക്കിളായാലും കുറച്ച് ലാഗൊക്കെ വന്നിട്ടുണ്ട്. പെർഫോമൻസ് കാര്യങ്ങളൊക്കെ പോയി, സംഭവങ്ങളൊക്കെ മാറ്റങ്ങളൊക്കെ വന്നു. പിന്നെ നമ്മൾ ടെക്നോളജിയിൽ അപ്ഡേറ്റ് ആയി കഴിഞ്ഞാൽ ഞാനിപ്പോ ടീമൊക്കെ വന്നിട്ട് നമ്മൾ AI സംസാരിച്ചിട്ട്
നമ്മൾ ടീമൊക്കെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ഫണ്ട് പോലെ എടുക്കുന്നവർക്ക് വന്നിട്ട് ഇപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം. രണ്ടും വന്നിട്ട് വർക്കിംഗ് ആണ്. മൈലാൻ സർക്കിൾ ടീം ലെവലിൽ ഞാൻ വന്നിട്ടൊന്നും വിൻ ചെയ്തിട്ടൊന്നുമില്ല. നമുക്ക് വിഡ്രോൾ ചെയ്യുന്ന സംഭവം ഒന്നും കാണിക്കാൻ വേണ്ടിയിട്ട്. കാരണം എന്തെങ്കിലുമൊക്കെ IPL ഉള്ളിൽ സംഭവിക്കാന്ന് വെച്ചാൽ ഒരു 1000 രൂപയെ നമുക്ക് കിട്ടുന്ന ഒരു ഗെയിം വന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഞാനൊരു വീഡിയോ നിങ്ങൾക്ക് ഇടാം. പിന്നെ ഞാൻ എപ്പോഴും പറയാം, ഇതെന്റെ പേഴ്സണൽ ചോയ്സ് ആണ്. ഞാൻ ഒരു ഇഷ്ടത്തിന് വേണ്ടി കളിക്കുന്നതാണ്. ഞാനിത് ആരെയും പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നല്ല. ഇപ്പൊ സംഭവം വന്നിട്ട് ഒരു ഫണ്ടിന് വേണ്ടി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സംഭവം എല്ലാ ആപ്പുകളും ഇപ്പോഴും റണ്ണിങ് തന്നെയാണ്. വേറെ എന്താ പറയാ, ഗവൺമെന്റ് റിലേറ്റഡ് ഗൈഡ് ലൈൻസിലാണ് ഇപ്പോഴും മൈ ലെവൽ സർക്കിളും റൺ ചെയ്യുന്നത്. കാരണം പ്ലേ സ്റ്റോറിലൊക്കെ ഇപ്പോഴും ആപ്പ് അവൈലബിൾ ആണ്. പിന്നെ ഇവരെ തന്നെ ടെക് വീഡിയോസ് പോലത്തെ ആൾക്കാരൊക്കെ ചെയ്തിരുന്നുണ്ട്. അതുപോലെ പോഡ്കാസ്റ്റ് ഒക്കെ ചെയ്യണ പോലത്തെ പരിപാടി ഉണ്ടാവും. ലൈവായിട്ട് കളി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവർ അങ്ങനത്തെ കൊണ്ട് സംസാരിക്കുക, വിജയിക്കും. അതുപോലെ ഫേമസ് ആയിട്ടുള്ള പ്ലേയേഴ്സ്, ആങ്കേഴ്സ് ഇവരൊക്കെ വന്നിട്ട് അതിൽ സംസാരിക്കുന്നുണ്ട്. അപ്പൊ അവരുടെയൊക്കെ സംസാരങ്ങൾ കേട്ടിരിക്കാം. അതൊക്കെ ഒരു ത്രില്ലായിട്ടുള്ളവർക്ക് ഇപ്പോഴും അതിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ വാച്ച് ചെയ്യാം. അവരുടെ അനാലിസിസ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതൊക്കെ കണ്ടിരിക്കാൻ പറ്റുന്നവർക്ക് അത് കണ്ടിരിക്കാം. പിന്നെ നമ്മുടെ ഡ്രീം കോയിൻ ഒക്കെ നമ്മുടെ മുന്നുണ്ടായിരുന്നില്ലേ, ആ സംഭവമൊക്കെ ഇപ്പൊ എന്താ പറയാ, നമുക്ക് ഒരാൾക്ക് നമ്മൾ യൂട്യൂബിലൊക്കെ വീഡിയോ പ്ലേ ചെയ്യുമ്പോഴും ഇതിലൊക്കെ നമ്മള് സൂപ്പർ ചാറ്റിലൊക്കെ ചെയ്യുന്ന പോലെ അവർക്ക് പൈസ ഒക്കെ അടിച്ച് അവരെ പ്രൊമോട്ട് ചെയ്ത് അങ്ങനത്തെ പരിപാടികളൊക്കെ ആയിട്ട് എൻഗേജിംഗ് ആയിട്ട് കൊണ്ടുപോകുന്നുണ്ട് രണ്ട് പ്ലാറ്റ്ഫോം. അപ്പോ ഇന്ത്യയിൽ ഇവരിപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അപ്പോ ഈ ജീവിച്ചിരിക്കുന്ന ആൾക്കാരെ കുറിച്ചിട്ട് എത്രയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോ ആർക്കെങ്കിലും ഒക്കെ ഇപ്പോൾ നമ്മുടെ ചാനലിൽ ഈ സംഭവം അല്ലെങ്കിൽ എവിടെയെങ്കിലും സെർച്ച് ബട്ടണിൽ കയറി ആർക്കെങ്കിലും കാണുമെന്ന് വിശ്വസിക്കുന്നു. കാണുമ്പോൾ ഹെൽപ്ഫുൾ ആവും വിചാരിക്കുന്നു. അപ്പൊ ഇത്രയുള്ള നമ്മുടെ വീഡിയോ. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ.